അങ്ങുവാനക്കോണിലെ എന്ന ഗാനത്തിലൂടെ ദേശീയ പുരസ്കാര നിറവിലെത്തിയിരിക്കുകയാണ് വൈക്കത്തിൻ്റെ സ്വന്തം വൈക്കം വിജയലക്ഷ്മി. വൈക്കം വിജയലക്ഷ്മി ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ്. കൈരളി ടി വിയുടെ എല്ലാവിധ ആശംസകളും ആദ്യഘട്ടത്തിൽ അറിയിക്കുക. താങ്ക് യു സർ. തോന്നുന്നു ഈ നിമിഷത്തിൽ? അയ്യോ, വളരെ സന്തോഷവും അത്ഭുതവുമായി. എന്താണെന്ന് വെച്ചാൽ ഇത്രയും പെട്ടെന്നേ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഇത്രയും അതായത് ഡിക്ലെയർ ചെയ്യുമെന്ന്, അതായത് സെപ്റ്റംബറൊക്കെ ഞാൻ വിചാരിച്ചത്, ആഗസ്റ്റ് സെപ്റ്റംബറൊക്കെ ആകുമെന്ന്. അപ്പോൾ ഇന്ന് സുഭാഷ് ഏട്ടൻ വിളിച്ച് പറഞ്ഞപ്പോഴാണ്, അതായത് എറണാകുളത്തെ ഡോക്യുമെൻ്ററി ഒക്കെ ചെയ്യുന്ന സുഭാഷ് ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. അനൗൺസ് ചെയ്തു, നാഷണൽ അവാർഡ് വിജിക്കുന്നുണ്ട്, അഭിനന്ദനങ്ങൾ എന്നും പറഞ്ഞ് ആദ്യം വിളിച്ചപ്പോൾ അത് എന്തിനാന്ന് നോക്ക്. അപ്പോഴാണ് പറഞ്ഞത് നാഷണൽ അവാർഡുണ്ട് എന്നും പറഞ്ഞിട്ട്. അയ്യോ, സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥ. പ്രതീക്ഷിച്ചിരുന്നോ ഈ അവാർഡ്? പ്രതീക്ഷിച്ചിരുന്നു. കേട്ടവരെല്ലാവരും പറഞ്ഞു, എൻ്റെ മാമനുൾപ്പെടെ ജനങ്ങളെല്ലാവരും പറഞ്ഞായിരുന്നു. ആദ്യമായി തന്നെ മ്യൂസിക് ഡയറക്ടർ സാറും പറഞ്ഞു, ദീപു ചേട്ടൻ പറഞ്ഞായിരുന്നു. കടപ്പാട് ഈശ്വരനോടും അച്ഛനോടും അമ്മയോടും, ഗുരുക്കന്മാർ, പിന്നെ മാധ്യമ സുഹൃത്തുക്കൾ, മീഡിയാസ്, ഫിലിം ഡയറക്ടർ, ലിറിസിസ്റ്റ്, മ്യൂസിക് ഡയറക്ടർ, അവാർഡിനെ തിരഞ്ഞെടുത്ത ജൂറി അംഗങ്ങൾ. എന്തായാലും ഒന്നല്ല, ഈ വൈക്കത്ത് 2 ദേശീയ പുരസ്കാരമാണ് ഒരേ സമയത്ത് ലഭിക്കുന്നത്. മമ്മൂക്കയ്ക്കും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. മമ്മൂക്ക അയൽവാസി കൂടിയാണ്. എങ്ങനെ നോക്കുന്നു? അതിലും സന്തോഷം കേട്ടോ. മമ്മൂക്കയ്ക്കും ദേശീയ അവാർഡ് 2 പേർക്കും ഒന്നിച്ച് കിട്ടിയപ്പോഴേ എന്തൊരു സന്തോഷമാണ്. മമ്മൂക്കയ്ക്കും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങൾ, അവാർഡ് ലഭിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ കേട്ടോ. മമ്മൂക്ക ഈ നാട്ടുകാരൻ കൂടിയല്ലേ, അപ്പോൾ വലിയ സന്തോഷം തോന്നുന്നുണ്ടോ? സന്തോഷം തോന്നുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുക. പക്ഷെ നമുക്ക് ഫോണിലൂടെ അഭിനന്ദിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമേ ഉള്ളൂ. അന്ന് വിളിച്ചാൽ കിട്ടുമായിരിക്കുമല്ലേ? തീർച്ചയായിട്ടും വിളിച്ചാൽ കിട്ടും. ഇനി കുറച്ച് ദിവസം കഴിയണമല്ലോ. ഇപ്പോൾ നമ്മളെ പോലെ തിരക്കായിരിക്കുമല്ലേ. മമ്മൂക്ക നല്ല സൂപ്പറായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരോടും പറയണം, ആഹ്ലാദിപ്പിൻ. അർമാദിപ്പിൻ. പുതിയ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടോ ഇപ്പോൾ? ഇനിയുണ്ട്, ഒരുപാടുണ്ട് കേട്ടോ. അപ്പം അച്യുത അവതാരം എന്നുള്ള ചിത്രത്തിലെ സോങ് 5 ഭാഷയിൽ പാടിയായിരുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദിയിലേക്കും അതിലൂടെ കായൽവയ്പ്. ആദ്യമായി ചിലപ്പോൾ പെൺകുട്ടി എന്നുള്ള സിനിമയിൽ, മലയാള സിനിമയിൽ ഹിന്ദി പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ നേരിട്ട് ഹിന്ദിയിൽ ആദ്യമായിട്ട് ഇതിലാണ്, അച്യുതാവതാരത്തിലാണ്. പിന്നെ അനന്തൻകാട്, ബ്ലാസ്റ്റ് പാടിയിട്ടുണ്ട്, കറുപ്പുണ്ട്, ഓട്ടം തുള്ളൽ, പിന്നെ മധുരമീ ജീവിതം, പിന്നെ കരിമ്പടം, അതും കൂടെ നാളെ റിലീസാവും, കരിമ്പടം. എന്തായാലും ചരിത്രമുറങ്ങുന്ന വൈക്കം ഒരു ചരിത്രം കൂടി രചിക്കുകയാണ്. ഒരേ സമയം 2 ദേശീയ പുരസ്കാരങ്ങളാണ് വൈക്കത്തേക്ക് എത്തിയിരിക്കുന്നത്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.